ഷാനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ കടുമാങ്ങ കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഊണിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. കടുമാങ്ങ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പച്ചമാങ്ങ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങ കട്ട് ചെയ്തിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പാത്രത്തിലാണ് നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം ഈ മാങ്ങ നെകയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാത്രം അടച്ചു വെക്കാം. മാങ്ങ വേവുന്ന സമയത്ത് നമുക്ക് 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കടുക് അത്ര ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. തീ കൂട്ടിയൊന്നും വെക്കരുത്, ഇത് ഉലുവ കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കറി നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും കറിവേപ്പിലയും കൂടി ഇട്ട് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കടുമാങ്ങ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറിന് നല്ലൊരു കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്